സംസ്ഥാനത്തെ കനത്ത മഴയിൽ നേരിയ ശമനമുണ്ട്. പക്ഷേ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായ മഴ പെയ്യാനുള്ള സാധ്യതയുണ്ട് എന്നാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഈ ഒരു ഘട്ടത്തിൽ അറിയിക്കുന്നത്. തിരുവനന്തപുരത്ത് നിന്ന് ടിൻഡു ദാസ്, ഒപ്പം എറണാകുളത്ത് നിന്ന് നിഷ ദിലീപ്, കോഴിക്കോട് നിന്ന് ദിസ്ന സുരേഷ് എന്നിവർ ചേരുകയാണ്. കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പാണ് ഈ ഒരു ഘട്ടത്തിൽ പുറത്തേക്ക് വരുന്നത്. മണിക്കൂറിൽ 60 കിലോമീറ്റർ വരെ വേഗതയിൽ വീശി അടിക്കാവുന്ന കാറ്റിന് സാധ്യതയുണ്ട്. നിലവിൽ 4 ജില്ലകളിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചത്. ആലപ്പുഴ, എറണാകുളം, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് ശക്തമായ മഴ മുന്നറിയിപ്പ്. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള തീരദേശ മേഖലയിൽ പ്രത്യേക ജാഗ്രതാ നിർദ്ദേശം തുടരുന്ന സാഹചര്യത്തിൽ തീരദേശവാസികളും മത്സ്യത്തൊഴിലാളികളും ജാഗ്രത പാലിക്കണം. കേരള, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധന വിലക്ക് തുടരുകയാണ്. തിരുവനന്തപുരത്ത് നിന്നും ടിൻഡു, വലിയ തുറയിൽ നിന്നാണ് ടിൻഡു ചേർന്നത്. ടിൻഡു, ഇപ്പോൾ തിരുവനന്തപുരത്തെ അവസ്ഥ എന്താണ്? കാരണം കനത്ത മഴയിൽ നേരിയൊരു ശമനം ഇപ്പോൾ കാണാൻ സാധിക്കുന്നുണ്ടെങ്കിലും കടൽക്ഷോഭം അടക്കമുള്ള ചില പ്രതിഭാസങ്ങൾക്കുള്ള സാധ്യത ഇനിയുമുണ്ടല്ലോ. ദേവിക, കേരളത്തിലെ തെക്കൻ ജില്ലകളെ സംബന്ധിച്ചിടത്തോളം എല്ലാ കാലത്തും കടൽക്ഷോഭം രൂക്ഷമായിട്ടുള്ള പ്രദേശമാണ്. നമുക്കറിയാം 560 കിലോമീറ്റർ തീരമുള്ളിടത്ത് ഭൂരിഭാഗം തീരവും കടലെടുത്ത് നശിച്ചിരിക്കുകയാണ്. പൊഴിയൂർ മുതൽ വർക്കല, അത് കഴിഞ്ഞ് പിന്നീട് കൊല്ലം, പിന്നീട് വരുന്ന ആലപ്പുഴ, ഈ 3 ജില്ലകളെ സംബന്ധിച്ചിടത്തോളം ഈ കള്ളക്കടൽ പ്രതിഭാസവും അതോടൊപ്പം തന്നെ മൺസൂണും ഈ 2 കാലഘട്ടത്തിലും തീരം പൂർണ്ണമായും നശിക്കപ്പെടുന്നൊരവസ്ഥയാണ്. കാരണം അതിരൂക്ഷമായിട്ടുള്ള കടൽക്ഷോഭമാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാന പ്രശ്നമെന്ന് പറയുന്നത്. വടക്കൻ തീരത്ത് തീരം നഷ്ടപ്പെടുകയും തെക്കൻ തീരത്ത് തീരം രൂപപ്പെടുകയും ചെയ്തൊരു പ്രതിഭാസമാണ് ഒരുപക്ഷെ തെക്കൻ കേരളത്തിലെ ഈ കടൽക്ഷോഭവുമായി ബന്ധപ്പെട്ട് നമുക്ക് പങ്കുവയ്ക്കാനുള്ളത്. ഈ വടക്കൻ തീരത്ത് തീരം നഷ്ടപ്പെടുന്നതിൻ്റെ ഫലമായിട്ട് ഈ വലിയതുറ, ശംഖുമുഖം, അഞ്ചുതെങ്ങ് തുടങ്ങിയ മേഖലകളിലൊക്കെ കടൽക്ഷോഭത്തിലൂടെ 100 കണക്കിന് വീടുകളാണ് ഓരോ വർഷവും നഷ്ടപ്പെടുന്നത്. ഓരോ വർഷവും തെക്കൻ ജില്ലകളിൽ എന്തായാലും ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറക്കാതിരിക്കില്ല. കാരണം ഈ കടൽക്ഷോഭം കാരണം ഉണ്ടാകുന്ന അവരുടെ വീടും അവർക്കുണ്ടാകുന്ന നാശനഷ്ടവും. അപ്പോൾ എല്ലാ കാലത്തും ഇവർ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറേണ്ട ഒരു അവസ്ഥയാണ്. ഒരുപക്ഷെ ഈ ശംഖുമുഖം, വലിയവേളി, പൊഴിയൂർ, പൂന്തുറ തുടങ്ങിയ മേഖലകളെ സംബന്ധിച്ചിടത്തോളം 2 വരിയോളം ഏതാണ്ട് വീടുകളായിരുന്നു. ഇപ്പോൾ ആ 2 വരിയും കടന്ന് 3ാമത്തെ വരിയിലേക്ക് കടൽ കയറി കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ എത്ര ശാസ്ത്രീയമായിട്ടുള്ള പരിഹാരങ്ങൾ കണ്ടെത്തിയാലും, എത്ര ശാസ്ത്രീയമായിട്ടുള്ള പരിഹാരങ്ങൾ കണ്ടെത്തുന്നു എന്ന് പറഞ്ഞാലും ഈ മേഖലയിലെ ദുരിതം അല്ലെങ്കിൽ ഈ മേഖലയിൽ ഇത്തരത്തിൽ പെർമനൻ്റ് ആയിട്ടൊരു സൊല്യൂഷൻ കണ്ടെത്താൻ സർക്കാരിന് സാധിക്കുന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ പുലിമുട്ടടിക്കുക, അതോടൊപ്പം തന്നെ കടൽ ഭിത്തി പണിയുക, അതൊക്കെയാണ് മത്സ്യത്തൊഴിലാളികൾ കാലങ്ങളായിട്ട് മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യം. പക്ഷേ അവരെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം സർക്കാരിന് തീരദേശ മേഖലയെ കാര്യമായിട്ട് സർക്കാർ പരിഗണിക്കുന്നില്ല എന്ന് വേണം പറയേണ്ടത്. കാരണം ഇവിടെ അവസാനമായിട്ട് നടപ്പിലാക്കിയ പദ്ധതി എന്ന് പറയുന്നത് വലിയ വേളിയിൽ ഒരു മൃഗസംരക്ഷണ വകുപ്പിൻ്റെ സ്ഥലം ഏറ്റെടുത്തുകൊണ്ട് അവിടെ ഫ്ലാറ്റ് സമുച്ചയം പണിതു. ആ ഫ്ലാറ്റ് സമുച്ചയത്തിലെ അവസ്ഥ എന്താണ്? അവിടുത്തെ അവസ്ഥ എന്ന് പറയുന്നത് മത്സ്യത്തൊഴിലാളികൾ ദുരിത ജീവിതമാണ് അനുഭവിക്കുന്നത്. വെള്ളത്തിനും അതോടൊപ്പം തന്നെ സൗകര്യങ്ങളും ഇല്ലാതെ ബുദ്ധിമുട്ടുന്നൊരവസ്ഥയാണ്. അപ്പോൾ തീരദേശ മേഖലയിൽ വളരെ സുഗമമായിട്ട് അവരുടെ തൊഴിലിൽ ഏർപ്പെട്ടുകൊണ്ട് ജീവിച്ചിരുന്ന ജനതയെ ഒരുമിച്ച് ഒരു ഇടത്തേക്ക് പൂട്ടിയിടുന്നതിൽ അവരത് പ്രതിഷേധം അറിയിക്കുന്നുണ്ട്. അല്ലെങ്കിൽ അത്തരത്തിലുള്ള രീതിയുമായിട്ട് അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നും അറിയിക്കുന്നു. എന്തായാലും ഈ കഴിഞ്ഞ 3 ദിവസങ്ങളിലായിട്ട് ഉണ്ടായിട്ടുള്ള കടൽക്ഷോഭം അല്ലെങ്കിൽ അതിൻ്റെ ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് വളരെ വലുതാണ്. കാരണം പൊഴിയൂർ മുതൽ കാപ്പിൽ വരെയുള്ള മേഖലകൾ പൂർണ്ണമായിട്ടും തീരം കടലെടുത്ത അവസ്ഥയാണ്. മത്സ്യത്തൊഴിലാളികൾക്ക് കടലിൽ പോകാൻ സാധിക്കുന്നില്ല. ജൂൺ 9-ാം തീയതി മുതൽ സംസ്ഥാനത്ത് ട്രോളിംഗ് നിരോധനമാണ്. അപ്പോൾ ട്രോളിംഗ് നിരോധനവും കൂടി വന്നു കഴിഞ്ഞാൽ പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾക്ക് മാത്രമേ തൊഴിലെടുത്ത് ജീവിക്കാൻ സാധിക്കുകയുള്ളൂ. പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾ തൊഴിലെടുത്ത് ജീവിക്കുകയാണെങ്കിൽ നമുക്കറിയാം വളരെ കുറച്ച്, അതായത് വളരെ ഭൂരിഭാഗത്തിലും താഴെ ആളുകളാണ് ഇത്തരത്തിൽ പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളായിട്ട് അല്ലെങ്കിൽ പരമ്പരാഗതമായിട്ട് മത്സ്യബന്ധനത്തിൽ ഏർപ്പെട്ട് ജീവിക്കുന്നത്. അവർക്ക് ആഴക്കടലിലേക്ക് പോയി മീൻ പിടിക്കാൻ സാധിക്കില്ല. പുറത്തു നിന്നുകൊണ്ട് കട്ടമര തൊഴിലാളികളായിട്ടോ കമ്പവല തൊഴിലാളികളായിട്ടോ മാത്രമാണ് അത്തരത്തിൽ ജോലികൾ മാത്രമാണ് ചെയ്യാൻ സാധിക്കുന്നത്. അതൊരു പക്ഷേ ഒരു കുടുംബത്തിന് അല്ലെങ്കിൽ അവരുടെ കമ്മ്യൂണിറ്റിക്ക് മുഴുവനായിട്ട് ഉള്ളൊരു വരുമാനം കണ്ടെത്താൻ പറ്റുന്ന മാർഗവും കൂടിയല്ല. അപ്പോൾ തീരദേശ മേഖലയിലെ ജനങ്ങൾക്ക് എല്ലാ കാലവും ദുരിതമാണ് സർക്കാർ വിധിക്കുന്നതും പ്രകൃതി നൽകുന്ന ദുരിതവും സർക്കാർ അതിന് പരിഹാരം കണ്ടെത്തില്ല എന്നതാണ് ഏറ്റവും പ്രധാനമായിട്ട് ഇവിടെ വിഷമകരമായിട്ടുള്ള കാര്യം. എന്തായാലും കഴിഞ്ഞ ദിവസത്തെ മഴയിൽ വ്യാപക നഷ്ടങ്ങളാണ് ഉണ്ടായത്. 3 മീറ്റർ മുതൽ 4 മീറ്റർ വരെ ഉയരത്തിൽ തിരമാലകൾ പതിച്ചിട്ടുണ്ട്. വലിയ രീതിയിലുള്ള കള്ളക്കടൽ പ്രതിഭാസം, വേലിയേറ്റം, ഇതൊക്കെ ഒരുപക്ഷെ ഒരു ജനതയെ സംബന്ധിച്ചിടത്തോളം എല്ലാ കാലവും ഭീഷണി ഉയർത്തുന്ന കാര്യങ്ങളാണ്. ദേവിക.